യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ തോക്കുകൾ ഒരു പക്ഷേ നിശബ്ദമായേക്കാം. പക്ഷേ ആ യുദ്ധം അവശേഷിപ്പിക്കുന്ന സാമ്പത്തിക ആഘാതങ്ങൾ അത്ര പെട്ടെന്ന് മാഞ്ഞുപോകില്ല. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്: ഇതിനൊരു ബദലില്ലേ? അതെ, ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കേവലം തോക്കുകളും ബോംബുകളും സംസാരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കഥയല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ പോക്കറ്റിനെ ബാധിക്കുന്ന, ലോകത്തിന്റെ ചലനങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സാമ്പത്തിക വിപ്ലവത്തിന്റെ കഥയാണ്. യുദ്ധക്കളത്തിലെ പുകയടങ്ങുമ്പോഴും ഇന്ധനവിലയുടെ തീ ആളിക്കത്തുകയാണ്. നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ EV ചർച്ചകളിൽ നിറയുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കുതിച്ചതോടെ പെട്രോളിനും ഡീസലിനും അപ്പുറം ചിന്തിക്കാൻ ലോകം നിർബന്ധിതമായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വെറുമൊരു കൗതുകമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള അനിവാര്യതയായി മാറിക്കഴിഞ്ഞു. അമേരിക്കയിലും യൂറോപ്പിലും ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ EVകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ 28%, ഉപയോഗിച്ച EVകളുടെ കാര്യത്തിൽ 15% വർധനവുണ്ടായി. ഇത് കേവലം ഒരു താൽക്കാലിക താൽപര്യമല്ല, മറിച്ച് ജനങ്ങളുടെ മനോഭാവത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തിന്റെ കൂടി സൂചനയാണ്. പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ പോക്കറ്റ് ചോരുന്നത് കാണുന്ന ഓരോരുത്തരും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലാഭക്കണക്കുകൾ തിരഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ഇന്ത്യയിലും ഈ മാറ്റം പ്രകടമാണ്. ഷോറൂമുകളിൽ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചോദിച്ചെത്തുന്നവരുടെ എണ്ണം മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ ഈ മാറ്റം വെറും അന്വേഷണങ്ങളിൽ ഒതുങ്ങുന്നില്ല താനും. അവിടെ EV രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലാകട്ടെ ഇന്ധനവില താങ്ങാനാവാതെ ജനങ്ങൾ വലയുമ്പോൾ ഇലക്ട്രിക് ബൈക്കുകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. ഒരു പ്രമുഖ ഇലക്ട്രിക് ബൈക്ക് നിർമ്മാതാവ് തങ്ങളുടെ വിൽപ്പനയിൽ 70% വർധനവ് രേഖപ്പെടുത്തിയതായും പറയുന്നു. തായ്ലാന്റിൽ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഇന്ധന ലാഭത്തിനായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് ഭരണകൂടങ്ങളുടെയും ചിന്താഗതിയിൽ വന്ന മാറ്റത്തെയാണ് കാണിക്കുന്നത്. യൂറോപ്പിലെ വിപണി പരിശോധിച്ചാൽ അവിടെ പഴയ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ്, അതായത് യൂസ്ഡ് EVസിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഫ്രാൻസിൽ മാത്രം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ EV വിൽപ്പനയുടെ വിഹിതം ഇരട്ടിയായി വർദ്ധിച്ചു. പെട്രോൾ ഡീസൽ കാറുകളുടെ വിപണി വിഹിതം ഇടിയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആ സ്ഥാനം പിടിച്ചെടുക്കുകയാണ്. പുതിയ കാറുകളെ അപേക്ഷിച്ച് 40% വിലക്കുറവിൽ ലഭിക്കുമെന്നതും പെട്ടെന്ന് തന്നെ കൈവശം കിട്ടുമെന്നതും പഴയ EVകളുടെ പ്രിയം വർദ്ധിപ്പിക്കുകയാണ്. ജർമ്മനിയിലും UK സമാനമായ ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഈ വിപ്ലവത്തിനു പിന്നിൽ ചൈനയുടെ വലിയൊരു പങ്കുണ്ട് എന്നത് പറയാതെ വയ്യ. ആഗോളതലത്തിൽ ആവശ്യം വർദ്ധിച്ചതോടെ ചൈനീസ് നിർമ്മാതാക്കൾ തങ്ങളുടെ കയറ്റുമതി കുത്തനെ കൂട്ടി. മാർച്ചിൽ മാത്രം ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കയറ്റുമതി 140% വർദ്ധിച്ച് 3.49 ലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡിലെത്തി. BYD പോലുള്ള കമ്പനികൾ ആഗോള വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ചൈനയിലെ ആഭ്യന്തര വിപണിയിൽ മന്ദത അനുഭവപ്പെട്ടതോടെ അവർ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് EVകളുടെ ലഭ്യത വർദ്ധിപ്പിച്ചു. എങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാൻ സമയമായിട്ടില്ല. ഉയർന്ന പ്രാരംഭ വിലയും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവവും ഇപ്പോഴും പലരെയും പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഫോർഡ് പോലുള്ള ചില മുൻനിര നിർമ്മാതാക്കൾ തങ്ങളുടെ ഇലക്ട്രിക് പദ്ധതികളിൽ കുറച്ച് വേഗത കുറച്ചിട്ടുണ്ട് താനും. പകരം ഹൈബ്രിഡ് വാഹനങ്ങളിലേക്കാണ് അവർ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഹൈബ്രിഡുകൾ പൂർണ്ണമായും ചാർജിങ്ങിനെ ആശ്രയിക്കാതെ തന്നെ ഇന്ധന ലാഭം നൽകുന്നുവെന്നത് പലർക്കും ആശ്വാസമാണ്. നമ്മുടെ ജീവിത രീതിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ സൂചന കൂടിയാണിത്. ഇന്ധനം എന്നത് കേവലം ഒരു ചിലവല്ല, മറിച്ച് അതൊരു ബലഹീനതയാണെന്ന് ഈ യുദ്ധം ലോകത്തെ പഠിപ്പിച്ചു. ഒരിക്കൽ തുടങ്ങിയ ഈ മാറ്റം അത്ര പെട്ടെന്ന് എന്തായാലും തിരിച്ചു പോവില്ല. പെട്രോൾ പമ്പുകളിലെ നീണ്ട ക്യൂബും കുതിച്ചുയരുന്ന വിലയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുതിയൊരു ഊർജ്ജ യുഗത്തിന്റെ വരവിനെ കുറിച്ച് തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ലോകത്തിന്റെ രക്ഷകരാകുമോ എന്നത് വരും വർഷങ്ങളിൽ നമുക്ക് കാണാം. ഈ സംഘർഷാവസ്ഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം വളരെ ലളിതമാണ്: മാറ്റം അനിവാര്യമാണ്. ഇന്ധനത്തിനായി മധ്യേഷ്യയെ മാത്രം ആശ്രയിക്കുന്ന കാലം അവസാനിക്കുകയായിരിക്കാം.
സൂര്യപ്രകാശത്തിൽ നിന്നും കാറ്റിൽ നിന്നും ഊർജം കണ്ടെത്തി നമ്മുടെ വാഹനങ്ങൾ ചലിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ലാഭം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ സുരക്ഷയെ കൂടിയാണ് ആധികാരികമായി വർദ്ധിപ്പിക്കുന്നത്. ഈ സൈലന്റ് റെവല്യൂഷൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് ഓരോ ഉപഭോക്താവിന്റെയും തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നതിൽ സംശയമില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിന്റെ ചക്രം ഇനി തിരിയുന്നത് മറ്റൊരു വേഗതയിലായിരിക്കും.